വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. അപ്പോൾ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ നല്ലവരായ കൂട്ടുകാർക്ക് ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച്. ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാനിന്ന് ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റത് കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഫ്രിഡ്ജിൽ നിന്ന് പാലെടുത്തോണ്ട് പോവുകയാണ് തിളപ്പിക്കാൻ വെക്കാൻ. അപ്പോൾ കുറച്ച് കൊഞ്ചിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടുത്തെ കൊഞ്ച് തീയലും വെക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് അതിനുശേഷം മക്കളെ വിളിക്കുകയാണ്. അപ്പോൾ തന്നെ 9 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റത്. മക്കൾക്ക് ഉച്ചയ്ക്കേ ഉള്ള എക്സാം, അത് കാരണം ഞാൻ ലേറ്റായി എഴുന്നേറ്റു. അപ്പോഴേക്കും അക്കു വന്ന് വിടുന്ന ഉറക്കം തൂങ്ങുകയാണ്. ഇപ്പോൾ ഞാൻ പെട്ടെന്ന് ദോശയൊക്കെ ചുട്ട് കൊഞ്ച് തീയലൊക്കെ ഉണ്ടാക്കി മക്കൾക്ക് കൊടുക്കുകയാണ്. ചായ വേണ്ടാന്ന് പറഞ്ഞത് കാരണം ഞാൻ പൈനാപ്പിൾ ജ്യൂസാണ് അവർക്ക് ഉണ്ടാക്കി കൊടുത്തത് കേട്ടോ. അപ്പോൾ അവർ രണ്ടുകൂടെ കഴിക്കുകയാണ്. ഞാൻ പറഞ്ഞു കഴിച്ചിട്ട് പോയിരുന്നു കുറച്ചുകൂടെ പഠിക്കാൻ പറഞ്ഞു. എക്സാം ഉച്ചയ്ക്കേ ഉള്ളൂ കേട്ടോ, 1 മണിക്ക് എക്സാം ഉള്ളൂ. അപ്പോൾ അതിനുശേഷം ഞാൻ കിച്ചുവിനെ വിളിക്കാൻ വന്നപ്പോൾ കിച്ചുവിൻ്റെ കൂടെ പിങ്കി കയറി കിടന്ന് ഉറങ്ങുന്നു. അങ്ങനെ കിച്ചുവിനെ കുളിച്ച് റെഡിയാക്കി റാപ്പിഡോ ബുക്ക് ചെയ്ത് കിച്ചു പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇക്ക ഇന്നില്ല, ഇക്ക വേറൊരു ആവശ്യത്തിന് വേണ്ടി ഒരു സ്ഥലത്ത് വരെ പോയേക്കുക കേട്ടോ. ഇക്ക ഓരോ ആവശ്യങ്ങൾക്ക് പോകുമ്പം ഒന്നീ കിച്ചു പോയി റെസ്റ്റോറൻറ്റിൽ ഇരിക്കണം, അല്ലെങ്കിൽ ഞാൻ പോയി റെസ്റ്റോറൻറ്റിൽ ഇരിക്കണം. കിച്ചുവിന് സ്കൂളില്ലാത്തത് എൻ്റെ ഭാഗ്യമാണ് കേട്ടോ. ഞാൻ ഈ 1 വീക്കായിട്ട് എനിക്ക് റെസ്റ്റാണ്. കിച്ചുവിന് സ്കൂൾ തുറന്നാൽ ഞാൻ പിന്നെ ബിസി ആയിപ്പോവും. അതിനുശേഷം ഞാൻ പിന്നെ കിച്ചുവിനെ വിട്ടിട്ട് അകത്തോട്ട് വന്ന് നോക്കിയപ്പോൾ അക്കുട്ടൻ കിടന്ന് ഉറങ്ങുന്നു. ഞാൻ പഠിക്കാൻ പറഞ്ഞതാ, കുളിച്ചിട്ട് വന്ന് യൂണിഫോം ഒക്കെ ഇട്ടുകൊണ്ട് പഠിക്കാൻ പറഞ്ഞ അക്കു കിടന്ന് ഉറങ്ങുന്നു. അമ്മു കിടന്ന് ചിരിക്കുവാണ്, ഇവൻ കുളിച്ചിട്ട് വന്നിട്ട് എങ്ങനെ ഉമ്മി ഇവനെ ഉറക്കാൻ വരുന്നതെന്ന്. പിന്നെ അതിനുശേഷം ഞാൻ പിന്നെ ഇവർക്ക് വെജ് ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കിയത്. അപ്പോൾ പെട്ടെന്ന് ആവുമല്ലോ എന്ന് വിചാരിച്ച് പെട്ടെന്ന് അത് ഉണ്ടാക്കി. ബീഫ് ഫ്രൈയും അതുപോലെ തന്നെ നാരങ്ങ അച്ചാറും പിന്നെ കുഞ്ഞൊരു വെജിറ്റബിൾ സ്റ്റൂ ഉണ്ടാക്കി. ഞങ്ങൾക്ക് 3 പേർക്ക് മാത്രം മതിയല്ലോ. അതിനുശേഷം മക്കൾ കഴിക്കുകയാണ്. അവർ വേണ്ടാന്ന് പറഞ്ഞത്, അവർക്ക് വിശപ്പില്ലെന്ന്. ഞാൻ പറഞ്ഞു കുറച്ച് കഴിച്ചിട്ട് പോ, ഇനി 4:30 ആകുമ്പത്തില്ലേ വരാൻ, വിശക്കുമെന്ന് പറഞ്ഞു. അതിനുശേഷം ഇവർ വെളിയിൽ വന്നിരുന്ന് റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇക്കായെ വെയിറ്റ് ചെയ്യുകയാണ്, കാരണം ഇവർക്ക് എക്സാം ആയത് കാരണം ഓട്ടോ ഇല്ലല്ലോ. ഇവരെ നമ്മൾ കൊണ്ടുവിടുകയും വിളിച്ചുകൊണ്ട് വരികയും ചെയ്യണം. അപ്പോൾ അമ്മ പോകാൻ ഇറങ്ങുക താഴെ. അപ്പോൾ അമ്മ പറയും എനിക്കൊരു ഉമ്മ ഉമ്മി എന്ന് പറഞ്ഞെങ്കിൽ വിഷമിച്ച് നിൽക്കുക. ഞാൻ പിന്നെ ഒരു ഉമ്മ ഒക്കെ കൊടുത്ത് താഴെ വിട്ടിട്ടുണ്ട്. അപ്പോൾ താഴെ പോയി തണലത്ത് നിന്ന് പിന്നെ അവിടെ നിന്ന് റിവിഷൻ ചെയ്യുകയാണ്, താഴെ നിന്ന് പഠിക്കുകയാണ് രണ്ടുപേരുടെ. അതിനുശേഷം ഇക്ക വന്നിട്ടുണ്ടായിരുന്നു. ഇക്കയെ വെയിറ്റ് ചെയ്യുകയാണ് ഇവർ. ഇക്ക ഇതുവരെ വന്നില്ലല്ലോ എന്ന് വെച്ച് രണ്ടുപേരുടെ പിന്നെ ഗേറ്റിലൊക്കെ കളിക്കുകയാണ്. അപ്പോഴേക്ക് ഇക്ക വന്നു. ഇക്ക ഇനി കൊണ്ടുവിടാൻ പോവുകയാണ്. ഇനി ഞാൻ ഈവനിങ്ങിൽ ഞാൻ വിളിക്കാൻ പോകണം കേട്ടോ. അങ്ങനെ ഇക്കായി വേണ്ടി ഒരു ബൈ ബൈ പറഞ്ഞ് പോവുകയാണ്. അപ്പോൾ ഞാൻ അകത്തോട്ട് കയറി വന്നപ്പോൾ എൻ്റെ ജൂലിമോൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. എന്താ അറിയോ, അക്കു അമ്മും പോയില്ലേ, അപ്പോൾ അവളുടെ കൂടെ കളിക്കാൻ ആരുമില്ലല്ലോ. പിന്നെ ഞാനടുത്ത് തലയിലൊരു ഓയിൽ മസാജ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് പാരച്യൂട്ടിൻ്റെ ഓയിലും അതുപോലെ തന്നെ വൈറ്റമിൻ ഇ ക്യാപ്സൂളും എടുത്ത് ഞാൻ ഓയിൽ മസാജൊക്കെ ചെയ്തിട്ട് പിന്നെ കുളിച്ചിട്ട് വന്നു കേട്ടോ. കുളിച്ചിട്ട് റെഡി ആയിട്ട് വന്ന് എനിക്കും പുറത്ത് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ കുളിച്ചിട്ട് കണ്ണൊന്നും എഴുതിയില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ നമ്മുടെ വീടിന് അടുത്ത് തന്നെ ഒരു 10 മിനിറ്റ്സ് പോയാൽ മതി. അവിടെ പോയി എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ സാധിക്കാനുണ്ട്. അക്ഷയയിലാണ്. അപ്പോൾ ഞാൻ അവിടെയൊക്കെ പോയിട്ട് തിരിച്ച് വന്ന് കയറുകയാണ്. അവിടെ പോയി ഒരു 2 അവേഴ്സ് എനിക്ക് അവിടെ പോയിട്ട് 2 അവേഴ്സ് കൊണ്ട് അവിടെ നിൽക്കുകയാണ്. പിന്നീട് ഞാൻ വീട്ടിലോട്ട് വന്ന് കയറുകയാണ്. ഇനി എനിക്ക് ചോറ് ഉണ്ടിട്ട് നിസ്കരിച്ചിട്ട് വേണം മക്കളെ വിളിക്കാൻ പോകാൻ. അങ്ങനെ ഞാൻ പെട്ടെന്ന് വന്ന് ഞാൻ കുറച്ച് ഫ്രൈഡ് റൈസ് എടുത്ത് വെച്ച് കഴിച്ചു. മക്കളുടെ കൂടെ ഞാൻ കഴിച്ചിട്ടില്ലായിരുന്നു, കാരണം എനിക്ക് അന്നേരം വിശപ്പില്ലായിരുന്നു. ഞാൻ ഒത്തിരി പോയിട്ട് എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ സാധിക്കാനുണ്ട്, അതൊക്കെ കഴിഞ്ഞ് പതുക്കെ വന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് പിന്നെ ഞാൻ ഇറങ്ങുകയാണ് കേട്ടോ. ഇനി മക്കളെ വിളിക്കാൻ പോകണം, കേട്ടില്ലേ. അങ്ങനെ മക്കളെ വിളിക്കാൻ വേണ്ടി സ്കൂളിലോട്ട് പോവുകയാണ് ഗൈസ്. പോയിട്ട് വരട്ടെ. അങ്ങനെ സ്കൂളിലെത്തിയിട്ടുണ്ട്. സ്കൂളിലെത്തിയിട്ട് ഇങ്ങനെ ഒരു സാർ നിൽപ്പുണ്ട്. ആ സാറിനോട് നമ്മൾ മുഫീദ എന്നിങ്ങനെ നെയിം പറഞ്ഞു കൊടുക്കും. അപ്പോൾ സാർ ഇങ്ങനെ അനൗൺസ്മെൻറ്റ് ചെയ്യുമ്പോൾ മക്കളെ ഇറങ്ങി വരും കേട്ടോ. അങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെ രണ്ടുപേരെയും വിളിച്ചുകൊണ്ട് ഞാൻ വരികയാണ്. ഇവർക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എന്താ അറിയോ, ഓട്ടോയിലല്ലല്ലോ വരുന്നത്, ഞാൻ വിളിക്കാൻ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ വഴിക്ക് വെച്ച് ഞങ്ങൾക്ക് കുറച്ച് നാടൻ പയർ കിട്ടി കേട്ടോ. വീട്ടിലുണ്ടാക്കുന്ന പയറാണ്. ഞാൻ അത് കുറച്ച് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അന്നേരം അക്കുവിൻ്റെ ഷോ കാണിക്കുകയാണ്. പിന്നീട് ഞാൻ വന്നിട്ട് ഇവർക്ക് ഒന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ അവിടുത്തെ ഒരു ചീസ് പോപ്കോൺ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോപ്കോൺ വെച്ച് ചീസ് പോപ്കോൺ ഉണ്ടാക്കി കുറച്ച് പാലും തിളപ്പിക്കാൻ വെച്ചു. മക്കൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും ഇക്കായും വന്നു കേട്ടോ. അപ്പോൾ ഇക്കായ്ക്കും എനിക്കും ചായ തിളപ്പിച്ചു, മക്കൾക്ക് ഞാൻ പാലും തിളപ്പിച്ച് ബൂസ്റ്റല്ല പോർഷൻ ഇട്ട് കൊടുത്തു. പിന്നെ അതിനുശേഷം ഞാൻ പോപ്കോണൊക്കെ റെഡി ആയിട്ടുണ്ട്. ചീസ് പോപ്കോൺ നല്ല ടേസ്റ്റാണ് കേട്ടോ, ഒരു രക്ഷയില്ല. അങ്ങനെ ഞാനും ഇക്കായും മക്കളും കൂടെ ചായയും അവർ പാലും കുടിച്ചു. ഞങ്ങളിരുന്ന് കഴിക്കുകയാണ്. അതിനുശേഷം മക്കൾ കുറച്ച് നേരം എന്നോട് ചോദിച്ചു മൊബൈലിൽ കളിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കളിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ കുറച്ച് നേരം അവരെന്തോ ഫിലിം എന്തോ കാണുകയാണ്. അതിനുശേഷം പിന്നെ ഞാൻ നോക്കിയപ്പോൾ 2 കുഴക്കട്ട ഉണ്ടായിരുന്നു. ഞാനത് വെളിയിൽ വന്നിരുന്നു. എനിക്ക് ബോറടിക്കുന്നു, കാരണം ഇക്ക കിടന്ന് ഉറങ്ങുന്നു, മക്കൾ രണ്ടുപേരും ഗെയിം കളിക്കുന്നു. അപ്പോൾ എനിക്ക് ബോറടിക്കുന്ന കാരണം ഞാൻ കുറച്ച് നേരം ഇങ്ങനെ വെളിയിൽ വന്നിരിക്കുവേ. അങ്ങനെ കുഴക്കട്ടൊക്കെ തിന്നിട്ട് ഇവർ ഇക്കാടൂടെ ഷോപ്പിൽ പോകാമെന്ന് പറഞ്ഞ് രണ്ടും കൂടെ ഒരുങ്ങി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്തിനാ, ചുമ്മാ കുറേ നാളായി ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഇന്ന് പോകാമെന്ന് പറഞ്ഞ് രണ്ടുപേരോട് ഇക്കാടൂടെ കയറി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കായി. അപ്പോൾ എന്നെയും വിളിച്ച് അപ്പോൾ എനിക്ക് മടിയാണ് പോകാൻ. ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, ഇനി ഒരുങ്ങിയൊക്കെ വരണ്ടേ, എന്നെ കൊണ്ട് വയ്യെന്ന് പറഞ്ഞ് ഞാൻ പോയില്ല. പിന്നെ ഞാൻ കുറേ നേരം ഒരു 1 അവേഴ്സ് ഇവിടെ തന്നെ ഇരുന്ന് കേട്ടോ. എനിക്ക് അകത്തോട്ട് കയറി പോയാൽ ഭയങ്കര ബോറടിക്കും. വെളിയിലാകുമ്പോൾ വഴി കൂടെ പോകുന്നവരെയും വരുന്നവരെയൊക്കെ നോക്കി സംസാരമൊക്കെ ആയിട്ട്
കേട്ടോണ്ടിരിക്കാമല്ലോ. പിന്നെ കുറച്ച് നേരം റോഡിലോട്ടൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ബോറടിക്കുന്നുണ്ട് മക്കളില്ലാത്ത കാരണം. പിന്നെ മൊബൈലിൽ കുറേ നേരം നോക്കിയിരുന്നു, എന്നിട്ട് ബോറടിയാണ്. പിന്നെ ഞാൻ എന്നിട്ട് അകത്തോട്ട് കയറി പോകാം, പിങ്കിയും ജൂലിയായിട്ട് കുറച്ച് നേരം കളിക്കാമെന്ന് വിചാരിച്ച് കയറിപ്പോയപ്പോൾ ജൂലി ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ജൂലി ഇവിടെ നിന്ന് എന്തോ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ ഞാൻ അങ്ങോട്ട് കയറി പോവുകയാണ്. കയറി പോയപ്പോഴേക്കും സമയം നോക്കിയപ്പോൾ 9 മണി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ വിചാരിച്ചു പോയി നിസ്കരിക്കാമെന്ന് വിചാരിച്ചു. ജൂലി അപ്പോൾ എൻ്റെ കൂടെ ഇറങ്ങി വരികയാണ്. നിസ്കരിച്ചിട്ട് പിന്നെ ഞാൻ ഇക്കയ്ക്ക് വാഴപ്പിണ്ടിയുടെ ജ്യൂസ് അടിച്ചു. ഇക്കയ്ക്ക് സ്റ്റോണിൻ്റെ പ്രശ്നമുണ്ട് കേട്ടോ. അത് കാരണം എന്നും വാഴപ്പിണ്ടിയുടെ ജ്യൂസ് അടിച്ച് കൊടുക്കും. കുറേശ്ശെ ജ്യൂസേ അടിച്ചു കൊടുക്കത്തുള്ളൂ. അത് അത്രയും അടിച്ച് വരുമ്പോൾ ഇത്രയും ജ്യൂസേ കിട്ടത്തുള്ളൂ. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഒരു പുട്ടും പിന്നെ ചിക്കൻ കറിയും അവിടെ ഇരിപ്പുണ്ടായിരുന്നു, അതുകൂടെ കഴിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും ആരും മറക്കരുത് കേട്ടോ. എൻ്റെ ഇടവും വലവുമായിട്ട് 2 മക്കൾ ഇരിപ്പുണ്ട് കേട്ടോ. ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി നമുക്ക് നെക്സ്റ്റ് കാണുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.